ഇന്നലെ നല്ല ഒന്നാം തരം മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മൺചട്ടിയിലാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഏത് കറിക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ. ആദ്യം തന്നെ അത് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വറവ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് കറി വെക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ എണ്ണ തീർന്നിരിക്കുന്ന കാര്യം കണ്ടത്. അങ്ങനെ വേഗം തന്നെ ക്യാനിന് കുറച്ച് എണ്ണ എടുത്തിട്ട് കുപ്പിയിലേക്ക് മാറ്റി. പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ നമ്മുടെ ക്രഷ്ഡ് ചില്ലി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വറ്റൽ മുളകും ഉണ്ടമുളകൊക്കെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടോ. ഞാൻ സാധാ മുളക് പൊടിക്ക് പകരം ഈ ഒരു ക്രഷ്ഡ് ചില്ലിയാട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ വെണ്ടയ്ക്ക വറവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്ക മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുള്ളനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എപ്പോഴും സ്റ്റോക്കാണ് ഉണക്കമീൻ. അപ്പോൾ അതേ ഉണക്കമീൻ ഞാനിങ്ങനെ ഉരുക്കാൻ വെച്ചു. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ, നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പ് മാറി കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുത്തി തിരുമ്പി ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടോട്ടോ. കാരണം ഇപ്പം മഴയാണ്ട് തന്നെ പെട്ടെന്നൊന്നും തുണി ഉണങ്ങുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ തുണി ഉണക്കുന്നത്. അങ്ങനെ ഇത് നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് ഉച്ചക്കുള്ള ലഞ്ചിൻ്റെ കറികളൊക്കെ ആയിട്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്ത് സ്പെഷ്യൽ താഴെ